Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നമ്മുടെ EDPയുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ MSME എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ MSMEൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളതാണ്. അതായത് ചെറുകിട വ്യാപാരങ്ങൾ എന്ന് പണ്ട് ഇതിന് പറയാം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ അതിന് ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മൈക്രോ സ്മോൾ മീഡിയം അങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സോ എന്താണ് MSME എന്ന് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ എന്താണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നും ചോദിക്കുക. അധികം MSME എന്താണെന്നുള്ളതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ MSMEൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളതാണ്. സോ MSMEs were traditionally defined by investment in plant, machinery or equipment. In May 2020, the Indian government revised the definition based on investment and annual turnover. May 2020 പ്രകാരം ഇതിന് ചെറിയ ഒരു ഡെഫിനിഷന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ 1 കോടി മുതൽ 5 കോടി വരെ ടേൺ ഓവർ മീൻസ് വിറ്റുവരവ്, ലാഭമല്ല, വിറ്റുവരവ് 1 കോടി മുതൽ 5 കോടി വരെ വരുന്ന സ്ഥാപനങ്ങളാണ് മൈക്രോ എൻ്റർപ്രൈസസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 1 കോടി വരെ, ടേൺ ഓവർ 5 കോടി കേട്ടോ. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം അതിലേക്ക് നമ്മൾ പൈസ ഇറക്കിയിരിക്കുന്നത് 1 കോടിയിൽ താഴെയും അതിൻ്റെ ടേൺ ഓവർ 5 കോടിക്ക് താഴെയാണെങ്കിൽ അത് മൈക്രോ എൻ്റർപ്രൈസ് ആയിട്ടാണ് വരിക എന്നുള്ളതാണ്. ഇനി സ്മോൾ എൻ്റർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10 കോടി വരെ ഉള്ളതും അതുകൂടാതെ ടേൺ ഓവർ 50 കോടി വരെ ഉള്ളതുമാണ് സ്മോൾ എൻ്റർപ്രൈസ്. മീഡിയം എൻ്റർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ 20 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും 100 കോടി വരെ ടേൺ ഓവറും വരുന്നത്. അപ്പോൾ 100 കോടി വിറ്റുവരവ് ഉള്ളവരെ മീഡിയം എൻ്റർപ്രൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക, എന്താണ് ഈ പറഞ്ഞ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ആക്സിലറി യൂണിറ്റ്. വാട്ട് യു മീൻ ബൈ ആക്സിലറി യൂണിറ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ. So auxiliary units manufacture parts, components and light engineering products such as cycles, sewing machines, diesel engines, machine tools, electrical appliance and office equipment. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചേഴ്സ് ആകുമ്പോൾ അതിനെന്തുണ്ട്, അതിന് ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററി അധികം ഈ മാനുഫാക്ചേഴ്സ് എല്ലാം ഉണ്ടാക്കുക, അതിനായിട്ട് വേറെ ഫാക്ടറീസ് ഉണ്ടാവും. അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ, അതേപോലെ അതിൻ്റെ ഡിസ്പ്ലേ ചിലപ്പോൾ വേറൊരു കമ്പനിക്ക് ഉണ്ടാക്കുക. അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ ആക്സിലറി യൂണിറ്റ്സ് ആണ്, അതായത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ ആക്സിലറി യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ ഒരു ഡിസ്പ്ലേ വളരെ വൈഡ് സ്കെയിലിൽ, ലാർജ് സ്കെയിലിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവരത് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങുന്നതാണ് ലാഭം എന്ന് വെച്ചാൽ. അതാണ് ഈ ചൈന പോലത്തെ രാജ്യങ്ങളൊക്കെ ഈ ആക്സിലറി യൂണിറ്റ്സ് ഒരുപാട് അവരുണ്ടാക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ഫാക്ടറീസ്. അതുകൊണ്ട് അവരുടെ GDP വളരെ കൂടുതലായിട്ട് വരാൻ കാരണം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് മൊബൈൽ ഫോണ് ഒക്കെ അസംബിൾ ചെയ്യുന്ന സ്ഥാപനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബോർഡാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ബോഡി, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ഡിസ്പ്ലേ യൂണിറ്റ്, ഈ ബാറ്ററി, ഈ വക കാര്യങ്ങളൊന്നും ഇന്ത്യയിലധികം മാനുഫാക്ചർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചൈന പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് നമ്മളത് അധികം അസംബിൾ ചെയ്യാറാണ് പതിവ്. ചിലപ്പം പണ്ടൊക്കെ ആണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, ഫിൻലാൻഡ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു വരാറില്ല. അപ്പം അന്ന് മൊബൈൽ ഫോണിന് വില വളരെ കൂടുതലുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ പല സ്ഥാപനങ്ങൾക്കും പല പ്രൊഡക്റ്റുകൾക്കും ആക്സിലറി പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അനുബന്ധമായ പ്രൊഡക്റ്റുകൾ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന യൂണിറ്റുകളാണ് ആക്സിലറി യൂണിറ്റ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, വാട്ട് യു മീൻ ബൈ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്. എന്താണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. These are the MSME units that export at least 30% of their annual production by the end of the third year. ഓക്കെ, ബൈ ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ഓഫ് ഓപ്പറേഷൻ. അതായത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി 3 വർഷം ആകുമ്പോഴേക്ക് അതിൻ്റെ ആനുവൽ പ്രൊഡക്ഷൻ്റെ 30% നമ്മളത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്. ഇത് MSMEയിൽ പെടുന്നതായിരിക്കണം. അതിന് ഒരുപാട് ബെനിഫിറ്റുകൾ അത്തരം യൂണിറ്റുകൾക്ക് കിട്ടും എന്നുള്ളതാണ്. അടുത്തതാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME. അപ്പോൾ MSMEയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
ഒന്ന് ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും, യൂട്ടിലൈസ് ലോക്കൽ റിസോഴ്സ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മലബാർ റീജിയൻ അല്ലെങ്കിൽ കോഴിക്കോട് റീജിയനൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന റോ മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ് MSME നമുക്ക് തുടങ്ങാൻ സാധിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ മര വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓട്ട് കമ്പനികൾ, ഇത്തരം അതൊക്കെ വലിയ രീതിയിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിട്ട് ഉണ്ടായിരുന്നു. അത് ചെറുകിട വ്യാപാരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കൈത്തറി, തുണി മില്ലുകൾ, ഇതൊക്കെ ഒരുപാട് പണ്ട് ഈ കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്തേക്കായിട്ട് തന്നെ അത് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ലോക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോക്കലായിട്ട് റിസോഴ്സുകളുള്ള, ഇപ്പോൾ നമ്മളിപ്പം ആലപ്പുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ കയർ വ്യവസായം, അപ്പോൾ അതിനുള്ള വെള്ളം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ നാളികേരത്തിൻ്റെ തൊണ്ട്, ഇതൊക്കെ അതിന് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ ഒരുപാട് കയർ വ്യവസായമൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഓൺട്രപ്രണർ ഡ്രിവൺ എന്ന് വെച്ചാൽ, അതായത് റൺ ബൈ ഇൻഡിവിജ്വൽസ്. അപ്പോൾ അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് ഓൺട്രപ്രണർ ഡ്രിവൺ ആണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ്, പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് ആണ് MSME നടത്തുക എന്നുള്ളതാണ്. ഒരു ഓൺട്രപ്രണർ ഡ്രിവൺ ആണത്. പിന്നെ ലോ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്, നമുക്ക് ക്യാപിറ്റൽ വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും, കൂടുതൽ തൊഴിലാളികൾ ആവശ്യമായിട്ട് വരും. ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ത്രൂ ഹൈ മാൻ പവർ യൂട്ടിലൈസേഷൻ എന്നുള്ളതാണ്, കൂടുതലായിട്ട് തൊഴിലാളികൾ ആവശ്യം വരും എന്നുള്ളതാണ്. ടെക്നോളജി വളരെ സിമ്പിൾ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുക, കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട് ഇതിന് ലഭിക്കും എന്നുള്ളതും കൂടിയുണ്ട്. പിന്നെ ഈസി ടു എസ്റ്റാബ്ലിഷ് ആണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ് ആണ്. പിന്നെ ബ്യൂറോക്രസി വളരെ കുറഞ്ഞ ഇതിൽ ഇടപെടുള്ളൂ, നമുക്ക് പേപ്പർ വർക്കൊക്കെ വളരെ കുറഞ്ഞു മതി എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെയാണ് MSMEസിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകളുടെ ഒബ്ജക്റ്റീവുകൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്ന് പറഞ്ഞത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷനാണ്, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടും രാജ്യത്തിനും അല്ലെങ്കിൽ പ്രദേശത്തിനൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ടെക്നോളജി അഡോപ്റ്റ് ചെയ്യും, റീജിയണൽ ഡെവലപ്മെൻറ്റ് നടക്കും, റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഓക്കെ, പിന്നെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ്. ഒരു ഓൺട്രപ്രണർഷിപ്പിന് സഹായിക്കുക, അതിനേക്ക് ആൾക്കാർക്ക് കൂടുതൽ ഓൺട്രപ്രണേഴ്സ് ആവാനുള്ളൊരു താല്പര്യം വരും എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും നമ്മളൊരു ആളെ അണ്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ ഒരു ഗവൺമെൻറ് അണ്ടറിലേക്ക് ജോലി ചെയ്യാനായിട്ട് മാത്രം താല്പര്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് നാടിന് നല്ലതല്ല എന്നുള്ളതാണ്. കാര്യം കുറച്ച് അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാ ബാക്ക്വേർഡ് ഏരിയസിലൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ MSMEസിൻ്റെ അഡ്വാൻറ്റേജസ്, അതിനെക്കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദേ ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ദേ റിക്വയർ ലെസ് ക്യാപിറ്റൽ, കുറഞ്ഞ ക്യാപിറ്റൽ മതി. മേക്കിംഗ് ദം സൂട്ടബിൾ ഫോർ ക്യാപിറ്റൽ സ്കാസ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, കുറഞ്ഞ ക്യാപിറ്റൽ മതി MSMEസിന് എന്നുള്ളതാണ്. ദേ ഫെസിലിറ്റേറ്റ് ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് എഫിഷ്യൻറ്റ് കൺട്രോൾ, അതായത് ക്ലോസ് സൂപ്പർവിഷനും എഫിഷ്യൻറ്റ് കൺട്രോളും ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുള്ളതാണ്. ദർ ഇസ് എ പേഴ്സണൽ കണക്ഷൻ വിത്ത് എംപ്ലോയീസ് എൻഷുറിങ് സ്മൂത്ത് ഓപ്പറേഷൻ. ചെറുകിട വ്യാപാരങ്ങളൊക്കെ ആകുമ്പം ഈ പറഞ്ഞ ഓണറും എംപ്ലോയീസ് നമ്മൾ ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ടാവും, അപ്പോൾ അത് ഒരു സ്മൂത്ത് ഓപ്പറേഷന് നല്ലതാവും എന്നുള്ളതാണ് പറയുന്നത്. ദേ മെയിൻറ്റെയിൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവും. എൻഹാൻസിങ് സാറ്റിസ്ഫാക്ഷൻ. ദേ കേറ്റർ ടു ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് സർവീസ്, ഇൻഡിവിജ്വൽ പ്രിഫറൻസിന് കേറ്റർ ചെയ്യും. പിന്നെ ഒരു പേഴ്സണലൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദേ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് പ്രൈസസ്, വില കുറയാൻ സഹായിക്കും. ദേ ക്യാൻ ഈസിലി അഡാപ്റ്റ് ടു ചേഞ്ചസ് ആസ് നീഡഡ്. പിന്നെ ദേ കോൺട്രിബ്യൂട്ട് ടു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ബാലൻസ് ആയിട്ടുള്ള റീജിയണൽ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ദേ റിസീവ് ഗവൺമെൻറ് സപ്പോർട്ട് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, ഗവൺമെൻറ് സപ്പോർട്ടും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും ലഭിക്കും എന്നുള്ളതാണ്. അടുത്തത് വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് MSMEൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, അതിനെ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? MSME സഫർ ഫ്രം ലാക്ക് ഓഫ് ഫണ്ട് ആൻഡ് ഫിനാൻഷ്യൽ വീക്ക്നെസ്. അപ്പോൾ ബിസിനസ് വളരെ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ വലിയ ക്യാപിറ്റൽ അത്യാവശ്യമാണ്. അപ്പോൾ MSMEയിലൊക്കെ ക്യാപിറ്റൽ കുറവായിരിക്കും, അതുകൊണ്ട് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്, അതായത് ബിസിനസ്സിൻ്റെ സ്മൂത്ത്നെസ് കുറയുന്നുള്ളതാണ്. വിചാരിച്ച രീതിയിൽ ബിസിനസ് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ദേ ഫേസ് എ ഷോർട്ടേജ് ഓഫ് മാനേജീരിയൽ ആൻഡ് സ്കിൽഡ് പേഴ്സണൽ, അതായത് ഇപ്പോൾ ഒരു മാനേജീരിയൽ അല്ലെങ്കിൽ സ്കിൽഡ് പേഴ്സണലിൻ്റെ ഷോർട്ടേജ് അപ്പോൾ ഉണ്ടാകുന്നതാണ്. ദേ സ്ട്രഗിൾ ടു കമ്പീറ്റ് വിത്ത് ലാർജ് ബിസിനസ്, അതായത് ലാർജ് ബിസിനസ്സായിട്ട് കമ്പീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദേ ലാക്ക് ആക്സസ് ടു ലേറ്റസ്റ്റ് ടെക്നോളജിക്ക് ആക്സസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് മോഡേൺ മെത്തേഡ്സ്. ഹൈ കോസ്റ്റ് അറൈസ് ഡ്യൂ ടു ഇന്നബിലിറ്റി ടു ഇൻസ്റ്റാൾ മോഡേൺ മെഷീനറി, അതായത് മോഡേൺ മെഷീനറിക്ക് വില കൂടുതലാണ്, അതുകൊണ്ട് ഈ ക്യാപിറ്റൽ കുറവായതുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ലിമിറ്റഡ് സ്കോപ്പ് ഫോർ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ, അതായത് ഈ പറഞ്ഞ ലേബറൊക്കെ നമുക്ക് ഇപ്പോൾ ഒരാളെന്നെ കുറേ പണിയൊക്കെ ചെയ്യേണ്ടി വരും. കാര്യം ചെറുകിട വ്യാപാരങ്ങളാവണ നേരത്ത് വളരെ സ്പെഷ്യലൈസേഷനൊക്കെ കുറവായിരിക്കും. നടത്തിപ്പ് കുറച്ചും കൂടി മോശമായിരിക്കും. കാര്യം കാശ് വേണ്ട രീതിയിൽ ഇറക്കാൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കില്ലല്ലോ. ദേ കനോട്ട് എഫോർഡ് എക്സ്റ്റെൻസീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് നന്നാക്കാനുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റൊക്കെ നടത്താൻ ബുദ്ധിമുട്ടാണ്.
പിന്നെ എന്താണ് ദേ സ്ട്രഗിൾ ടു സർവൈവ് ഡ്യൂറിങ് എക്കണോമിക് ഹാർഡ്ഷിപ്സ്, അതായത് ഈ പറഞ്ഞ സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ വരുന്ന നേരത്ത് സ്ട്രഗിൾ ചെയ്യും നിലനിന്ന് പോകാനായിട്ട്. ദേ ഫേസ് ഡിഫിക്കൽട്ടീസ് ഇൻ സെക്യൂറിങ് ചീപ്പ് ക്രെഡിറ്റ്. ചീപ്പ് ക്രെഡിറ്റ് എന്താണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് കടം കിട്ടാൻ ലോണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് MSME ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വൻകിട വ്യാപാരികളാവാൻ സാധിക്കില്ല. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് MSME അതായത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകളുടെ റോൾ എന്താണെന്നുള്ളതാണ്. MSME plays a vital role in industrial growth, especially in developing countries like India. They contribute 95% of industrial unit, contribute 40% of manufacturing output. അതായത് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ 95% ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിൽ വരുന്നതാണ്, ചെറുകിട വ്യാപാരങ്ങളാണ്. അത് മാനുഫാക്ചറിങ് ഔട്ട്പുട്ടിന് 40% ഈ ചെറുകിട വ്യാപാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് 18 മില്യൺ എന്ന് പറഞ്ഞാൽ 1.8 crore ആണ്. 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷമാണ്. അപ്പോൾ 10 മില്യൺ എന്ന് വെച്ചാൽ 1 കോടി. അങ്ങനെ 18 മില്യൺ എന്ന് വെച്ചാൽ 1 കോടി 80 ലക്ഷം പേർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, തൊഴിൽ കൊടുക്കുന്നുണ്ട് MSMEs. ദ സെക്ടർ ഓൾസോ അക്കൗണ്ട്സ് ഫോർ 35% ഓഫ് എക്സ്പോർട്ട്. എക്സ്പോർട്ടിന് 35% ഇതിൽ വരുന്നുണ്ട്. 50% ഓഫ് ടോട്ടൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, 50% ടോട്ടൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് സ്റ്റഡി ഹൈലൈറ്റ്സ് മേജർ 20th century innovation such as ഇൻസുലിൻ, പെനിസിലിൻ, ബോൾ പോയിന്റ് പെൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഒറിജിനേറ്റ് ഫ്രം സ്മോൾ ഫേംസ്. അതായത് എയർ കണ്ടീഷണർ, അതേമാതിരി ബോൾ പോയിന്റ് പെന്ന്, പെനിസിലിൻ, അതേമാതിരി ഇൻസുലിൻ, ഇങ്ങനത്തെ മരുന്നുകൾ, ഈ ബോൾ പോയിന്റ് പെൻ, ഇതൊക്കെ ഈ ചെറുകിട വ്യാപാരങ്ങളിൽ അവിടെ നിന്നാണ് ഉണ്ടായി വന്നത്. അതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. ഷോക്കേസിംഗ് ദർ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ഗ്ലോബൽ പ്രോഗ്രസ് എന്നുള്ളതാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് MSME ആണ്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഒന്ന് ഇമ്പോർട്ടൻസ് ആണ്, നമ്മൾ ആ അഡ്വാൻറ്റേജിൽ പറഞ്ഞ മാതിരി. പിന്നെ എന്താണ് എഫിഷ്യൻറ്റ് ക്യാപിറ്റൽ യൂസ് ആണ്, വളരെ കുറഞ്ഞ ക്യാപിറ്റൽ മതി. ഇപ്പം റീജിയണൽ ഗ്രോത്ത്, ഇപ്പോൾ നമ്മൾ ചെറുകിട വ്യാപാരങ്ങൾ ഇന്ത്യ ഒട്ടാക്കുന്നുണ്ട്. വൻകിട വ്യാപാരങ്ങൾക്ക് അധികം നമ്മുടെ വെസ്റ്റേൺ സൈഡിലുള്ളത്, വെസ്റ്റേൺ അല്ലെങ്കിൽ തമിഴ്നാട് ആ ഒരു ബെൽറ്റിലാണ് നമ്മുടെ വൻകിട ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഈ കേരളത്തിൽ പോലും വൻകിട വ്യാപാരികൾ എന്നാലും ഉണ്ടെങ്കിൽ പോലും വളരെ എണ്ണത്തിൽ കുറവാണ്. മോശമല്ല, കാര്യം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം ബിസിനസ്, പ്രത്യേകിച്ച് നമുക്ക് ട്രേഡിംഗ് ആണ് കൂടുതലായിട്ട്, മാനുഫാക്ചറിങ് കുറവാണ്. പക്ഷേ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഈ പറഞ്ഞ മാതിരി തമിഴ്നാട്, കർണാടകയിലൊക്കെ വൻകിട വ്യാപാരങ്ങളുണ്ട്. പിന്നെ ഈ ആന്ധ്രയിലുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഒറീസ, വെസ്റ്റ് ബംഗാൾ ആ റീജിയനിലേക്ക് പോകുമ്പോൾ വൻകിട വ്യാപാരങ്ങളെക്കാട്ടും കൂടുതലായിട്ടും ചെറുകിട വ്യാപാരികളാണുള്ളത്. കാര്യം അത് നമ്മൾ ഈസ്റ്റേൺ സൈഡ് കുറച്ചും കൂടി ഡെവലപ്പ് ആവാനുള്ളൊരു സൈഡാണ്. കൂടുതലായിട്ടും പോവർട്ടി കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്കുമാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്തിന് MSME സഹായിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ ഒരു ഇക്വിറ്റബിൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം വെൽത്ത് വരുന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കും, ലോക്കൽ റിസോഴ്സ് കൃത്യമായിട്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ് നമുക്ക് സിമ്പിളായ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ, നമ്മുടെ ഫോറിൻ ക്യാപിറ്റൽ എന്താണ് ഡിപ്പെൻഡൻസ്, അതിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. ഷോർട്ട് ജസ്റ്റേഷൻ പീരീഡ് ആണ്, അതായത് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ക്വിക്കർ പ്രൊഡക്ഷൻ. ജസ്റ്റേഷൻ പീരീഡ് എന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഐഡിയ കിട്ടി അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്, അത് വളരെ കുറയുന്നതാണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്, നമുക്ക് വേറെ ആളെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ സ്വയം എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ പ്രോബ്ലംസ് ഓഫ് MSME ആണ്. അപ്പോൾ MSMEൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ലാക്ക് ഓഫ് മാനേജറൽ എക്സ്പീരിയൻസ് ആണ്. മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും. പിന്നെ എന്താണ് ഇന്നാഡ്വക്കേറ്റ് ഫിനാൻസ് ആണ്, കൃത്യമായി ഫിനാൻസ് കിട്ടില്ല. ഔട്ട്ഡേറ്റഡ് മെഷീനറി കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ കൃത്യമായ ടെക്നിക്കൽ നോഹൗ, ടെക്നോളജി കുറച്ച് കുറവായിരിക്കും. കാര്യം നമുക്കറിയാം അത് ഫണ്ട് കുറവായിരിക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാധികം, ട്രഡീഷണൽ ഓപ്പറേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരും. കാര്യം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇറഗുലർ റോ മെറ്റീരിയൽ സപ്ലൈ വരും, റോ മെറ്റീരിയൽ വിചാരിച്ച മാതിരി കിട്ടിക്കോണമെന്നില്ല. പിന്നെന്താണ് മാർക്കറ്റിങ്ങിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതാണ്. പിന്നെ അടുത്താണ് MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 ആണ്. അപ്പം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് ആക്ട് 2006 നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് സ്മോൾ എൻ്റർപ്രൈസസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് മൈക്രോ സ്മോൾ ആൻഡ് എൻ്റർപ്രൈസസ് മീഡിയം എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് MED ആക്ട് 2006 ആണ്. അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് ചിലപ്പോൾ ചോദിക്കുന്ന അടുത്ത് aims to promote and develop enhanced competitiveness of MSME, define small and medium enterprise. അപ്പോൾ അതിന് അന്നത്തെ കാലത്ത് ഡിഫിനിഷൻ ആയിരുന്നു, അതിനെക്കാട്ടി ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കാര്യം അന്ന് ലക്ഷങ്ങളുടെ കണക്കായിരുന്നു പറയാം. ഈ മൈക്രോ സ്മോളിൻ്റെയൊക്കെ ഡിവിഷനെ ഇപ്പോൾ ടേൺ ഓവറിനും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ലക്ഷങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് കോടികളാണ്. ഇപ്പോൾ 1 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും മൈക്രോ എൻ്റർപ്രൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിന് 5 കോടി വരെ ടേൺ ഓവറും വരികയാണെങ്കിലും. Establishes National Board for MSME to formulate policies and development programs. Classifies MSMEs based on investment in plant, machinery or equipment and set up an advisory committee for recommendation എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്, നോക്കി വെക്കുക. ദെൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രാൻസ്ഫർ ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ് CGTMSE. Launched on August 30, 2000 by the Ministry of MSME and SIDBI.
അപ്പോൾ ഇതൊരു ഫണ്ടാണ്, അതായത് എന്താണ്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ് ആണ്, CGTMSE. അത് ഒരു കൊളാട്രൽ ഫ്രീ ലോണുകൾ, കൊളാട്രൽ എന്ന് വെച്ചാൽ നമ്മൾ ഈട് വെക്കാതെ ലോണുകൾ ഈ MSMEസിന് കൊടുക്കുക എന്നുള്ളതാണ്. സോ ക്രെഡിറ്റ് ഫെസിലിറ്റി ഗ്യാരണ്ടി കവർ വരുന്നത് മൈക്രോ എൻ്റർപ്രൈസിന് 5 ലക്ഷം വരെ. അതെന്താണ് 55% സബ്സിഡി, അതായത് 85% അത്രയും അടച്ചാൽ മതി, ബാക്കി 15% ഒഴിവ് കിട്ടും. 50 lakh വരെ വുമൺ ഓൺടർപ്രണേഴ്സിനും പിന്നെ നോർത്ത് ഈസ്റ്റ് റീജിയനും മാക്സിമം 40 ലക്ഷം വരെ. അത് 80% വരെയാണ് എന്ത് കിട്ടുക അതിൻ്റെ സബ്സിഡി. അതായത് ഇപ്പോൾ ഒരു 100 ലക്ഷം ലോൺ അല്ലെങ്കിൽ 10 ലക്ഷം എടുത്താണ് 8 ലക്ഷം അടച്ചാൽ മതി. 50 ലക്ഷം വരെ ലോണ് അതർ ബോറോസിന് കിട്ടും, അത് എന്താണ് 75% വരെ, മാക്സിമം 37.5. പിന്നെ എന്താണ് 50 ലക്ഷം to 200 ലക്ഷം വരെ അത് 50% ലോണ് കിട്ടും. പിന്നെ എന്താണ് 10 lakh to 100 lakh 1 കോടി വരെ അത് MSME റീറ്റെയിൽ ട്രേഡിന് 50% വരെ ലോണുകൾ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ എലിജിബിൾ എൻ്റർപ്രൈസസ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ എക്സിസ്റ്റിംഗ് MSME എൻഗേജ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ആക്ടിവിറ്റി. പുതിയ MSMEs മാനുഫാക്ചറിങ്ങും സർവീസ് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി കിട്ടും. എക്സ്ക്ലൂഡ് റീറ്റെയിൽ ട്രേഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽഫ്, അപ്പോൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത് കൊടുക്കില്ല. അവൈലബിൾ ഫോർ NBFCs ആണ്. NBFC അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ചിലതിന് കിട്ടും. അധികം ഈ മാനുഫാക്ചറിങ്ങിനും സർവീസ് സെക്ടറിനാണ് കൊടുക്കുക. ഇനി എലിജിബിൾ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞില്ല ചില NBFCക്ക് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ചില NBFC അതായത് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കുകളാണ്, അത് പ്രൈവറ്റ് പബ്ലിക് ഫോറിൻ ബാങ്കുകൾക്ക് കൊടുക്കും. പിന്നെ RRB റീജിയണൽ റൂറൽ ബാങ്കുകൾക്ക്, അത് ക്ലാസിഫൈഡ് സസ്റ്റൈനബിൾ വയബിൾ ബൈ നബാർഡ് ക്ലാസിഫൈ ചെയ്ത ബാങ്കുകൾക്ക് കൊടുക്കുള്ളൂ. പിന്നെ 113 രജിസ്റ്റേർഡ് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കും, 26 പബ്ലിക് സെക്ടർ ബാങ്കും 21 പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്? എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്? ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇസ് എ ഡെസിഗ്നേറ്റഡ് ഏരിയ വെയർ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഓപ്പറേറ്റ് അണ്ടർ ഡിഫറെൻറ്റ് ഓണർഷിപ്പ് എൻഗേജ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഒന്നിലധികം എന്താണ് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഒരു ഡിഫറെൻറ്റ് ഓണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ പേരാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ. ഡിഫൈൻ ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഡോക്ടർ PC അലക്സാണ്ടർ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് വിത്ത് എസെൻഷ്യൽ എമിനിറ്റീസ് ലൈക്ക് വാട്ടർ, ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, ബാങ്കിങ്, സെക്യൂരിറ്റി ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട്. ഇതൊക്കെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്നാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റി ടു ഓൺടർപ്രണേഴ്സ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഓൺടർപ്രണേഴ്സിന് കൊടുക്കാനുള്ളത്. ടു എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാം. പിന്നെ എന്താണ് ടു ഡീസെൻട്രലൈസ് ഇൻഡസ്ട്രീസ് ടു റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയ. അതായത് ഈ ഇൻഡസ്ട്രീസിനെ ഡീസെൻട്രലൈസ് ചെയ്യുക, റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയസിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. ടു എൻകറേജ് ആക്സിലറൈസേഷൻ ഇൻ ദ സറൗണ്ടിങ്സ് ഓഫ് മേജർ ഇൻഡസ്ട്രീസ്. അതായത് ഇപ്പോൾ വലിയ ഇൻഡസ്ട്രീസിൻ്റെ അടുത്ത് ആക്സിലറി യൂണിറ്റ്സ്, ഇപ്പോൾ കാർ ഉണ്ടാക്കുന്നിടത്ത് ടയർ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഉണ്ടാക്കുക, അതാണ് അതിൻ്റെ ആക്സിലറി യൂണിറ്റ്. ടു ഡെവലപ്പ് ഓൺടർപ്രണർഷിപ്പ് ബൈ ക്രിയേറ്റിംഗ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഏരിയാസ് ഓർ ടൗൺഷിപ്പ്. ഓൺടർപ്രണർഷിപ്പ് എന്താണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ആർ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അതിലൊന്ന് ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്. അക്കോമഡേറ്റ് ഓൾ ടൈപ്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. എല്ലാത്തരം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ചിലത് എന്താണ് സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അത് സ്പെസിഫിക് ഗ്രൂപ്പുകൾക്ക് വേണ്ടി, ആർട്ടിസൻസ്, ക്രാഫ്റ്റ്മെൻ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചില ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഇൻഡസ്ട്രീസ് ആ ചുറ്റുണ്ടാവുള്ളൂ. പിന്നെ ആക്സിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, അതായത് വലിയ വലിയ യൂണിറ്റുകൾക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് അനുബന്ധമായിട്ട് ആക്സിലറി യൂണിറ്റ്സ്, അപ്പോൾ അത് വരുന്നതാണ് ആക്സിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. പിന്നെ ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, അതായത് കൺസിസ്റ്റ് ഓഫ് യൂണിറ്റ് മാനുഫാക്ചറിങ് ദ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് സച്ച് ആസ് ലെതർ ഗുഡ് ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ലെതർ ഗുഡ്സ് മാത്രം ഉണ്ടാക്കുന്നത്, അതാണ് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. പിന്നെ വർക്ക്ഷോപ്പ് ബേ ബിൽഡ് ഫോർ വെരി സ്മോൾ ഫേംസ് ആണ്. ഇൻ റിപ്പയർ വർക്ക്, ചെറിയ സ്ഥാപനങ്ങൾക്ക് റിപ്പയർ വർക്കിനൊക്കെ വേണ്ടിയുള്ളതാണ്. പിന്നെ ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ്സ് ആണ്. മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളാണ്. ഇൻ ബിഗ് സിറ്റീസ് പ്രൊവൈഡിങ് സ്പേസ് ഫോർ ലൈറ്റ് വെയ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. വളരെ കുറഞ്ഞ ചെറിയ രീതിയിൽ ലൈറ്റ് വെയ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ബാക്കി നമുക്കെന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.